അച്ചടക്കമുള്ള നമുക്കതെന്തുവാന്ന് അറിയണം കേട്ടോ. നോക്കണം അതെന്തോ നോക്കാം. അങ്ങോട്ട് ആഹാ അവിടെ വലിച്ചിട്ടോ അവിടെ ഇട്ടാ ലേക്കോട്ടെ. ഇതെന്തുവാ ഇത്? ആരെങ്കിലും അവളെ അതിനുള്ള സാധനം എടുത്തിട്ട് താ പോന്നു. ലിയക്കുട്ടന് കിട്ടിയില്ലേ? ലിയക്കുട്ടന്റെ സാധനം ഉണ്ട്. വാ, അതൊന്നും കൊടുക്കാൻ അവള് സമ്മതിക്കൂല. ലിയോയ്ക്ക് ഒരു എന്തെങ്കിലും ഒരെണ്ണം കൊടുത്ത അവന്റെ കയ്യിലോട്ട് അത് പിടിച്ചോണ്ട് വാ. ആ വാ, സന്തോഷം. നല്ല പരിചയം. ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ അല്ലേ? ഒരു പ്രാവശ്യം അടുത്ത് കണ്ടിട്ടുണ്ട്. നല്ല പരിചയം, ഭയങ്കര കൂട്ടായി. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പം പാർവതി വന്നിരിക്കുന്നത് ഇപ്പം പിന്നെ ഇവര് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടേ പോകത്തുള്ളൂ. ഇങ്ങനെ കുറെ കുരുത്തക്കേട്. അപ്പം അല്ല ഇത് തന്നെ പിന്നെ നമുക്കതെന്തുവാന്ന് അറിയണം കേട്ടോ. നോക്കണം അതെന്തോ നോക്കാം. അങ്ങോട്ട് കൊടുത്തേ അതെന്തോ അറിയാം. അത് കൊണ്ട് പോട്ടെ. എന്തോ എടുക്കുന്നറിയാലോ. എന്തോന്നു നമുക്ക് ഇഷ്ടമുള്ള എന്തോ ഏതാണ്ട് കളിപ്പാട്ടമാണ് എടുക്കുന്നത്. വേറെ എന്തെങ്കിലും എടുക്കുന്നു നോക്കാം. എന്തോ അടിയത് എല്ലായിടത്തും താഴെ ഇട്ടിട്ട് അത് നോക്കട്ടെ. അവള് നോക്കട്ടെ എന്തോ എടുത്തു തരും. ഏതാ കൊച്ചിന് വേണ്ട എടുക്ക്. എനിക്ക് വയ്യ. അതെന്താ ഇഷ്ടമുള്ള സാധനം എടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനം. ഇനിയിപ്പൊ അവനെ ഒന്നും തൊടാൻ സമ്മതിക്കത്തില്ല. അയ്യോ ലിയോ നോക്കുന്നില്ല. ലിയോയ്ക്ക് ഞങ്ങൾ അതുപോലെ ശബ്ദമുള്ള എനിക്ക് വയ്യ. ലിയോ അവന് ശബ്ദം കേട്ടോ ചാടി കഴിച്ചത്. അതെന്തോന്ന് അതെന്തോടാ ലിയോ? ലിയോ ലിയോയ്ക്ക് അതിനകത്ത് ആ പി കേട്ടപ്പോഴാണ് എണീറ്റ് കേട്ടാ. ഇനി അതിന് വേറെ ഇരിപ്പുണ്ടോ ബീബി? അത് കൊടുക്കൂല. ലിയോയ്ക്ക് വേണ്ട സാധനം ഉണ്ട് അപ്പുറത്ത്. അതല്ലേ അതാ ലിയോയുടെ സാധനം. ഇപ്പൊ എടുക്കുന്നത് അതിന്ന് പറഞ്ഞ കീറിയ കമ്പട് പറഞ്ഞാ കേക്കത്തില്ല. ലേക്ക് കടിച്ചു കീറരുത്. എന്താ കാണിക്കുന്നത്? കമ്പെടുത്തോണ്ടോ എന്താ വേഗം അത് കടിച്ചു കീറുന്നുണ്ടോ? ഇപ്പൊ കടി കിട്ടും. അതുകൊണ്ട് ഓടുവാ. അതാ കൊണ്ടുവന്നു ചട്ടമ്പി. അതങ്ങ് ലിയോയ്ക്ക് കൊടുത്തേരും. അത് ലിയോയ്ക്ക്. നീ എനിക്ക് പന്തുണ്ട്. അത് ലിയോയ്ക്ക് കൊടുക്ക്. ചേച്ചി ഇപ്പൊ പോവും. നോക്കിക്കോ. അപ്പൊ നമ്മള് കാര്യം പറഞ്ഞിട്ട് തീർന്നില്ല. അപ്പം ഇതാ സ്ഥിതി. രണ്ടുപേരും ഇപ്പൊ ഞാൻ പറഞ്ഞാൽ കേൾക്കാത്തത് കൊണ്ട് പിന്നെ പാർവതി വിളിച്ചിരിക്കുകയാണ്. പാർവതി ഇന്ന് ട്രെയിനിങ് കൊടുക്കും. അപ്പൊ പാർവതി നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പൊ പാർവതിക്ക് ഒരു ട്രെയിനിങ് സ്കൂളുണ്ട്, ഒരു ട്രെയിനിങ് സെന്റർ ഉണ്ട്. പിന്നെ അവിടെ ഹോസ്റ്റൽ സൗകര്യമുണ്ട്. അതിലുപരി പാർവതി ഒന്നാമത്തെ ഒരു പിന്നെ ബ്യൂട്ടീഷ്യനാണ്. അവർക്കൊരു ബ്യൂട്ടി സെന്റർ അല്ലേ ഉണ്ട്. എന്താ ഒരു മൾട്ടി ടാലന്റഡ് പേഴ്സൺ ആണ്. അപ്പം പിന്നെ ഇവർക്ക് രണ്ടുപേർക്ക് ഇവരുമായിട്ട് ഭയങ്കര കൂട്ടാ. ഒരു പ്രാവശ്യം വന്നേ ഉള്ളു. അത് ഒരു എന്താ പറയുന്നത്, അപ്പോൾ ഇവരെ സൈക്കോളജി അറിയുന്ന ആൾക്കാർക്ക് ഇവരെ പെട്ടെന്ന് കയ്യിലെടുക്കാൻ പറ്റും. അങ്ങനെ കയ്യിലെടുത്ത ആളാണ് പാർവതി. അവന് ലിയോയെ ഒന്ന് കയ്യിലെടുക്കണം. ലിയോയെ ഒന്ന് കയ്യിലെടുക്കണം. അവന് ഭയങ്കര കുരുത്തക്കേട്. അതെ, മാലയൊക്കെ ഇടാൻ പോവാം. മാലയൊക്കെ ഇട്ട് അതെ, അടിപൊളി. ഓക്കെ, മിടുക്കനാ. സുന്ദരനാണ് കേട്ടാ.
നിന്നെ പഠിപ്പിക്കാൻ പോവാണ്. പഠിപ്പിക്കാൻ സാറ് വന്നിട്ടുണ്ട്. ലേക്ക് എവിടെ ഇരി? ലിയോയെ മര്യാദ പഠിപ്പിക്കണം, അതാണ് ഞങ്ങളുടെ ആവശ്യം. ലേക്ക് എവിടെ ഇരി? സിറ്റ് പറഞ്ഞാലും കേൾക്കുമോ? പോവരുത് ഓടുന്ന വഴിയാണ്. എന്നാ ഞാൻ വേഗം പോയേക്കാന്ന്. മടിയൻ അണ്ട തള്ളത്തോട്ട് മാറിയുന്നു. ഈ തള്ളത്തോട്ട് നിന്റെ കളിപ്പാട്ടം കൊണ്ടോട്ടിരുന്നോ? അറിയാം. പറഞ്ഞാ കേക്കും. നിന്റെ ഊഴം വരുന്നുണ്ട്. ഇംഗ്ലീഷ് പഠിച്ചു പോയി. ടേക്കൊക്കെ പറഞ്ഞപ്പോ എടുത്തില്ല. ഓടുന്നു അടുത്ത ആ സമയത്ത് അടുത്ത ആൾ എടുത്തോണ്ട് പോയത്. ഓടുവോ ഗുഡ് ബോയ് ഓടുവാ. ഇപ്പുറത്ത് ബിസ്ക്കറ്റ് അതാണ് ഓടുന്നത് അങ്ങോട്ട്. ഇനി വേഗം പോവാട്ടോ. അത് ലേക്കാ. അപ്പം പിന്നെ ലിയോയുടെ ഒരു ദിവസത്തെ ക്ലാസ് കുഴപ്പമില്ലല്ലേ? പഠിക്കും. അപ്പം അതുപോലെ പാർവതി കുറച്ച് ദിവസം വന്ന് പഠിപ്പിച്ചേ നടക്കൂ. വരത്തില്ല. അപ്പോഴേ ഓടി എവിടെയെങ്കിലും പോയി കിടന്നുകളയും. ട്രെയിൻ ചെയ്ത് അങ്ങ് അടുത്താണ്. ഇല്ല പറഞ്ഞ കേക്കുമെന്ന്. കൊള്ളാം. പറഞ്ഞ കേക്കുമെന്നല്ലേ പറയുന്നത്. പറഞ്ഞ കേക്കും. അതാ
ആ സാധനം ഇല്ലാതെ അവള് ഓക്കെയാ. ഞങ്ങൾ എനിക്ക് അനുസരണയൊക്കെ ഉള്ള കൂട്ടത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ലിയോയ്ക്കാണ് അത് കുഴപ്പം അല്ലേ? ലിയോ അനുസരണമുള്ളത് ചെറുക്കൻ മിടുക്കനാ. ഇതിനൊക്കെ പറഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് മിണ്ടാതിരുന്ന് കളയും. അതാണ് വഴക്ക് പറഞ്ഞാൽ മിണ്ടാതിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പമുണ്ടോ? इंग्लिश का किया शेकन करना बॉय गुड बॉय पापा कह दे रो गुड बॉय का फिश बात right you sit boy shake hand no right hand shake hand good boy you down you stay പാർവതി കൈ വയ്ക്കും ബിസ്ക്കറ്റ്. അന്നേരം ഇങ്ങോട്ട് വരില്ലല്ലോ. എന്നൊക്കെ പറയാൻ പറ്റുന്നത്. താടി നമുക്ക് ലൈക്കയുടെ ക്ഷമ നോക്കാം. ഒരുപാട് ക്ഷമ ഉണ്ടാവുമോ? നല്ല ക്ഷമ. അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുക്കണം കേട്ടോ. അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുക്കണം കേട്ടോ. കയ്യിൽ കൊണ്ട് കൊടുക്കണം കേട്ടോ. അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുക്കേ. കൊണ്ട് കൊടുക്കും. പേടിച്ച് പഠിച്ചിരുന്നേ. പതുക്കെ വരുന്നേ. സ്ലോ എന്ന് പറഞ്ഞാ ഇല്ലല്ലോ. അങ്ങനെ ടീച്ചർ പഠിപ്പിക്കുന്നേ. മര്യാദ. ആ ബിസ്ക്കറ്റ് കൊടുക്കും. കൊച്ചിന് ബിസ്ക്കറ്റ് കൊടുക്കാൻ. അത് കൊടുത്താണ് ബിസ്ക്കറ്റ് കൊടുക്കണ്ടേ. അതിനാ അവിടെ വന്ന് നിന്നത്. അല്ല അത് എൻ്റെ കൈ കൊണ്ട് തന്നിട്ട് തിരിച്ച് ടീച്ചറിന്റെ അടുത്ത് പോയിരിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ അത് ട്രെയിനർ ആണെന്ന് അവൾക്ക് മനസ്സിലായി, അവളുടെ സാറാണെന്ന് മനസ്സിലായി. ബഹുമാനമുണ്ട്. ഒന്നുകൂടെ കൊടുത്തു വയ്ക്കണ. ഒന്നുകൂടെ കൊടുത്തു നോക്കട്ടെ. ഒന്നുകൂടെ നോക്കട്ടെ. അച്ഛൻ്റെ ഒന്നുകൂടെ കൊണ്ട് കൊടുക്കാവോ? അച്ഛൻ്റെ കൊണ്ട് കൊടുക്കുവോ? അച്ഛൻ്റെ കൊണ്ട് കൊടുക്കണം കേട്ടോ. കൈ കൊണ്ട് കൊടുക്കണേ. അച്ഛൻ്റെ കൊണ്ട് കൊടുത്തിട്ടോ. അച്ചടക്കമുള്ള കുട്ടി.
എന്റെ പൊന്നെ അച്ചടക്കമുള്ള നല്ല എന്തൊരച്ചടക്കം. പക്ഷെ നമ്മൾ പറഞ്ഞ ഇതുപോലെ ചെയ്യത്തില്ല. ഇത്ര അടക്കം ഒതുക്കത്തി വരത്തില്ല. അതാ അതിന്റെ ഒരു പ്രത്യേകത തന്നെ. ആ ട്രെയിനേഴ്സിന്റെ കൂടെ ഉള്ള എന്ന് പറയുന്നത് നമ്മളുടെ കണക്കുള്ളതല്ല, അവരുടെ കൂടെ നിൽക്കുന്ന ഓരോരുത്തർക്കും ആ ഒരു ചിട്ടോട്ടം അറിയാം. ഞാൻ കൊണ്ട് കൊടുക്കാൻ പറയുകയാണെങ്കിൽ ഇവിടുന്ന് ഒറ്റ ഓട്ടോട് കൊണ്ട് കൊടുക്കുന്ന നടക്കുന്ന പുല്ല് അതിന്റെ ഇടയ്ക്ക് 5-6 കടിയും കടിച്ച് പറിച്ച് പറിച്ച് നശിപ്പിക്കും. അത് നശിപ്പിച്ചാൽ കൊണ്ട് തരത്തുണ്ട്. അപ്പം ബഹുമാനം ഉണ്ടോ? ഇപ്പൊ കാണുന്നുണ്ടോ? ഇതൊക്കെ എന്റെ അടുത്ത് നോന്ന് പറഞ്ഞു വിളിക്കുന്നു. ഓ എന്റെ പൊന്നെ എന്ത് അനുസരണം നോക്കിയാണ്. സോറി. എന്താ പൊന്നച്ച എന്തൊരു അഭിനയം ഇത്. ആ സാറിനിക്കുന്ന ബഹുമാനം. അതെന്തുവാ? ബിസ്ക്കറ്റ് കൊടുക്കാനായിരിക്കും. അത് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്താ കൊടുക്കാ തരാത്തേന്നായിരിക്കും പുള്ളി. കണ്ടോ തന്നില്ല ചോദിച്ചു മേടിക്കും. ആ തന്നില്ലെങ്കിൽ ചോദിച്ചു മേടിക്കും. ആ ഇനി എവിടെ ഇരിക്കും? ഇനി അടുത്ത പറഞ്ഞു. അടുത്ത എന്താ വെച്ചാൽ പറയാൻ. ആ കുടത്തിരുന്ന് ഇറങ്ങിയ പൂവത്തിനാണക. നമുക്ക് എന്തിനാ ഇത്? നമുക്ക് ലീഷ് ഒന്നും വേണ്ട. കുഞ്ഞ് പറഞ്ഞ അനുസരണയുള്ള പിള്ളേർക്കൊന്നും ഇത് വേണ്ട. അച്ഛൻ്റെ കൊണ്ട് കൊടുക്കും. അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുക്കേ. അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുക്ക്. എന്റെ കൂലി മേടിച്ചോണം കേട്ടോ. അതെ കൂലി വാങ്ങിച്ചോ. കൂലി വാങ്ങണം. ജോലി എടുത്തു കഴിഞ്ഞാൽ കൂലി വാങ്ങിക്കണം. തന്നില്ലെങ്കിൽ ചോദിച്ചു മേടിക്കൂ. അതൊക്കെ ചോദിച്ചു മേടിക്കും. അവിടെ പോയിരിക്കേ. മിടുക്കി പിന്നെ പൊന്നെ. ഇത് സമ്മതിക്കണം കേട്ടോ. ഒരു ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് അനുസരണയുള്ള സ്റ്റുഡൻ്റാ. അയ്യോ ഇവിടെയാണ് എന്തൊരു ബഹളമാണ്. ചാവിട്ടി പറിച്ച് വലിച്ച് കീറി നാശമാക്കും നമ്മളെ. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാം കഴിഞ്ഞു. ഇന്ന് പോവുകയാണ്. ഇനി അടുത്ത ക്ലാസ് ഉടനെ തന്നെ ഉണ്ടാവും. അത് മാത്രമല്ല ഇതുപോലെ പിന്നെ മറ്റാർക്കെങ്കിലും ട്രെയിനിങ് അവരുടെ ഡോഗിനെ ട്രെയിനിങ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ നമ്പർ എഴുതിയിട്ടേക്കും. പിന്നെ പാറു ട്രെയിനറാണ്. പാറുവിൻ്റെ അച്ഛൻ നല്ല ഒന്നാം തരം ട്രെയിനറാണ്. ഇവിടെ വന്ന് നമ്മൾ നേരത്തെ ട്രെയിനിങ് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളതാണ്. പിന്നെ അവിടെ പിന്നെ ഹോസ്റ്റൽ സൗകര്യമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവരെ കൊണ്ടാക്കാം. നമുക്ക് എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ പിന്നെ കുറച്ച് ദിവസത്തേക്ക് 2-3 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് കൊണ്ടാക്കാനുള്ള എല്ലാ സൗകര്യവും അവിടെ ഉണ്ട്. നല്ല അന്തരീക്ഷമാണ്. നല്ല ആ ഒരു പ്രത്യേക അന്തരീക്ഷമാണ് തന്നെയാണത്. അപ്പം എല്ലാ സൗകര്യവും ഉള്ള ഒരു സ്ഥലം കൂടെ പരിചയപ്പെടുത്തുകയാണ്. ശരി, ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എന്താ?